ഹാഡിയോസ് വെൽക്കം ടു ഐകളാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പതിൽ സാറാണ്. സോഷ്യൽ സയൻസ് 2 നിന്നുള്ള പ്രധാനപ്പെട്ട 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം 5 മാർക്കോളം 1 വേർഡ് ആണ്. അപ്പോൾ അതിൽ ഏതെല്ലാം ഭാഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് നോക്കാം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതിന് ബാക്കി കഥകളൊക്കെ ഉള്ളത് ഇന്ന് രാത്രി 7:30 കേട്ടോ. നിങ്ങൾ എന്തായാലും മാരത്തോൺ ലൈവുകൾ കാണാൻ വരണം. അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനും അജ്സൽ സാറും കട്ട വെയിറ്റിംഗ് ആയിരിക്കും. പിന്നെ മാപ്പ് മാർക്കിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും നിങ്ങളെടുത്ത് കാണണം. അതുപോലെ അജ്സൽ സാർ ഇതുപോലെ 1 വേർഡ് സോഷ്യൽ സയൻസ് 1 നിന്ന് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോർട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണുക. മാർക്കുണ്ട്, മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. മാർക്കുകൾ മീൻസ് നിങ്ങളുടെ A+ ആണ്. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, യെസ്. മൗണ്ട് K2 ഏത് റേഞ്ചസിലാണുള്ളത്? ഒരു സംശയം വേണ്ട, കാരക്കോറം റേഞ്ചസിലാണ്. നമ്മൾ പറയും ട്രാൻസ് ഹിമാലയത്തിലാണ് കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിലാണ് മൗണ്ട് K2 ഉള്ളത്. ട്രാൻസ് ഹിമാലയത്തിലാണ് ഓക്കെ മൗണ്ട് K2 ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തത് ഡൂൺസ്. ഡൂണുകൾ ഏത് പർവ്വത നിരകളുടെ പ്രത്യേകതയാണ്? ഡൂണുകൾ ഗാസി അല്ല. ഗാസി ഗാരോ ഉള്ളത് ഈസ്റ്റേൺ ഐലാൻഡ് പൂർവാഞ്ചലിലാണ് ഉള്ളത്. പൂർവാഞ്ചൽ. ഓക്കെ, ശിവാലിക്കിന്റെ പ്രത്യേകതയാണ്. സിവാലിക്കിന്റെ പ്രത്യേകതയാണ് എന്തെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഡൂണുകൾ എന്നുള്ളത്. ഓക്കെ, യെസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രിബ്യൂട്ടറി ഓഫ് ബ്രഹ്മപുത്ര റിവർ? ബ്രഹ്മപുത്രയുടെ പോഷക നദി. അപ്പോൾ അതിന് നമ്മൾ സുലുമാട്ടി ആലോചിക്കണം. സുലുമാട്ടിയാണ് ആലോചിക്കേണ്ടത്. ഈ സുലുമാട്ടിയിൽ പെടാത്തത് ഏതാണ്? നോട്ട് എ ട്രിബ്യൂട്ടറി ആണ്. അല്ലാത്തത് ഏതാണ്? മാനസ് സുലുമാട്ടിയിലുണ്ട്, ലോഹിത് സുലുമാട്ടിയിലുണ്ട്, സുബൻസിരിൻ സുലുമാട്ടിയിലുണ്ട്. സോണാണ് ഇല്ലാത്തത്. സോൺ എന്നുള്ളത് ഏതിന്റെ പോഷക നദി, ഏതിന്റെ ട്രിബ്യൂട്ടറിയാണ്? ഇത് ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. ഗംഗ സ്കൈ 3Gയിലുള്ള ആളാണ്. സ്കൈ 3Gയിൽ പെട്ട ഒരാളാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്തത് വിച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് ദ ഗ്രാനറി ഓഫ് ഇന്ത്യ? ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭാഗം നമ്മുടെ ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് പറഞ്ഞ ഭാഗമാണ്. പീഠഭൂമിയാണോ? അല്ല. പീഠഭൂമിക്ക് വേറൊരു പേരുണ്ട്. ഇതിന് പറയുന്ന പേര് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് എന്നാണ്. സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് അഥവാ നമ്മുടെ ധാതു കലവറ എന്നാ പറയാ. ധാതു കലവറ. ഓക്കെ, യെസ്. കോസ്റ്റൽ പ്ലെയിൻ ഒരിക്കലുമല്ല. നോർത്തേൺ പ്ലെയിൻസ് ഉത്തര സമതലമാണ്. ഉത്തര മഹാസമതലമാണ് ഉത്തരമായിട്ട് വരുന്നത്. നോർത്തേൺ പ്ലെയിൻസ്. ഓക്കെ, യെസ്. ഹിമാലയാസുമല്ല. സി ആണ് ഉത്തരം. ഹയസ്റ്റ് പീക്ക് ഇൻ ദ പെനിൻസുലാർ പ്ലാറ്റൂ റീജിയൻ? ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ആനമുടി. ആനമുടി നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ആനമുടിയാണ് ഉത്തരം. പശ്ചിമഘട്ടത്തിലാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കണം. അടുത്തത് എന്തിൻ്റെ അംശമാണ് റെഡ് കളർ കൊടുക്കുന്നത് റെഡ് സോയിലിന്? ഇരുമ്പിൻ്റെ അംശമാണ്. ശ്രദ്ധിച്ചു വെക്കണം. ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്, അയണിൻ്റെ സാന്നിധ്യമാണ് ഇരുമ്പ്. ഓക്കെ, യെസ്. നോക്കൂ, സിഹാവ മൗണ്ടൈനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിഹാവ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഗോദാവരിയുടെ ഉത്ഭവം നാസിക് ജില്ലയാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ആണ്. ഇൻഡസ് സിന്ധു നദിയുടെ ഉത്ഭവം എന്നുള്ളത് മാനസരോവർ ലേക്കിനടുത്താണ്. മാനസരോവർ ലേക്കിൽ നിന്നാണ്. ഓക്കെ, മാനസരോവർ ലേക്കാണ്. മഹാനദിയാണ് സിഹാവ മൗണ്ടനിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. മഹാനദിയാണ്. താപ്തി ആണെങ്കിൽ മുന്തായ് പ്ലാറ്റ്യൂ ആണ്. മുന്തായ് പ്ലാറ്റ്യൂ, മുന്തായ് പീഠഭൂമിയാണ്. മുന്തായ്. ഓക്കെ, യെസ്. ലിസൺ, മഹാനദി ഈസ് ദ ആൻസർ. സിഹാവ മൗണ്ടൻ. അടുത്തത് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫാൾ? ഒരു സംശയം വേണ്ട, അത് നമ്മുടെ ജോഗ് വാട്ടർഫാൾ ആണ്. ജോഗ് വാട്ടർഫാൾ എന്ന് പറയുന്നു. ഇത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ശരാവതി റിവറിലാണ്. ശരാവതി റിവർ ഏത് സ്റ്റേറ്റിലാണ്? കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലെ ശരാവതി റിവർ. ഓക്കെ, ദെൻ ഇനി അണ്ടമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റൽ തലസ്ഥാനം അത് പോർട്ട് ബ്ലെയർ ആണ്. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. പോർട്ട് ബ്ലെയർ ആണ് അണ്ടമാന്റെ തലസ്ഥാനം. ഇവിടുന്ന് വേറെയും ചോദ്യങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഒരേ ഒരു വോൾക്കാനോ ആണ് ബാരൻ ഐലൻഡ്, ബാരൻ ദ്വീപ്. ഒരേ ഒരു വോൾക്കാനോ. ഇന്ദിരാ പോയിന്റ് ഏറ്റവും തെക്കേ അറ്റം. ഇന്ദിരാ പോയിന്റ് ആണ് സദേൺ മോസ്റ്റ് പോയിന്റ്. ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. ദെൻ ആ സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ കന്യാകുമാരി അല്ല, കൊച്ചിയല്ല, ഇന്ദിരാ പോയിന്റ് ആണ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു. നോക്കൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റാബി ക്രോപ്പ്? റാബി വിളക്ക് അനുയോജ്യം അല്ലെങ്കിൽ ഒരു ഉദാഹരണം എഴുതാൻ. ടുബാക്കോ റാബി വിളയാണ്. അപ്പോൾ ഇതാ നമ്മൾ വിചാരിക്കും വീറ്റും റാബിയാണ്. ഇത് മൂന്നും റാബിയാണ്. മസ്റ്റാർഡ് എന്ന് വെച്ചാൽ കടുകാണ്. ഓക്കെ, പുകയില, വീറ്റ്, ഗോതമ്പ്, മസ്റ്റാർഡ്, കടുക്, ഇത് മൂന്നും റാബിയാണ്. അപ്പോൾ ഉത്തരം എല്ലാം റാബി വിളകളാണ്. അതാണ് ഉത്തരം. സിമ്പിൾ, ഒരു പണിയില്ല. ഓക്കെ, അടുത്തത് അറബിക്ക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറബിക്ക ടീ ആണോ? തേയിലയാണോ? തേയിലയല്ല. വീറ്റ് ഗോതമ്പാണോ? ഗോതമ്പല്ല. കോഫി കാപ്പിയാണോ? കാപ്പി ഈസ് ദ ആൻസർ. കാപ്പിയാണ്, ഷുഗർ അല്ല. ഓക്കെ, യെസ്. അടുത്തത് ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇരുമ്പ്
മൃഗശാല ഏതാണ്? അത് വിസിലാണ്, VISL. ഇത് ഭദ്രാവതിയിലാണ്, ഭദ്രാവതി കർണാടകത്തിലെ ഭദ്രാവതിയിലാണ്. IISCO ISCOM ഇത് കുൾട്ടി ബരൺപൂർ ഹിരാപൂരിലുള്ള ബംഗാളിലുള്ള പൊതുമേഖല പബ്ലിക് സെക്ടറിൽ ആദ്യത്താണ് ഈ പറഞ്ഞ IISCO എന്നുള്ളത്. ടിസ്കോ എന്നുള്ളത് ടാറ്റ സ്റ്റീൽ കമ്പനിയാണ്, ആദ്യത്തെ പ്രൈവറ്റ് സെക്ടറാണ്, സ്വകാര്യ മേഖല ആദ്യത്താണ് കേട്ടോ. ദെൻ അടുത്തത് ലിസൺ, തന്നിരിക്കുന്നതിൽ കൃഷി അധിഷ്ഠിത വ്യവസായം അല്ലാത്തത് ഏതാണ്? അതായത് നോട്ട് ആൻ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ലിസൺ, കോട്ടൺ, ജൂട്ട്, ഷുഗർ ഇതെല്ലാം കൃഷി അധിഷ്ഠിതമാണ്. പെട്രോ കെമിക്കലാണ് അഗ്രോ ബേസ്ഡ് അല്ലാത്തത്, അതൊരു കെമിക്കൽ ഇൻഡസ്ട്രിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം അഗ്രോ ബേസ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാർജസ്റ്റ് കോട്ടൺ ഇൻഡസ്ട്രിയാണ്, ഏറ്റവും വലുത് കോട്ടൺ ഇൻഡസ്ട്രിയാണ്. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി ഇതുള്ളൂ. ഓക്കെ, അതുപോലെ ബ്രഹ്മപുത്ര ഗംഗ ഡെൽറ്റയിലുള്ള ഗംഗ ഡെൽറ്റയിലുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ജൂട്ടാണ്. ചണം എന്ന് വെച്ചാൽ ചണം എന്നാണ് അർത്ഥം, ചണം. ഓക്കെ, യെസ്. അടുത്തത്, ഏത് മിനറലാണ് എയർക്രാഫ്റ്റിന്റെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? വിമാനത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ ഓറാണ് കേട്ടോ, അയിരാണ് കേട്ടോ. ഓക്കെ, ബോക്സൈറ്റ് ആണ്, വെയിറ്റ് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന കൽക്കരി കോൾ ഏതാണെന്നാണ്? ലിഗ്നൈറ്റ് ആണ് ഉത്തരം, ലിഗ്നൈറ്റ്. അടുത്തത് നിങ്ങൾ അറിയേണ്ട കാര്യം, ബിറ്റുമിനസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. ബിറ്റുമിനസ് ആണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ ഫീൽഡ് എന്നുള്ളത് ജാരിയാണ്, ജാരിയ ജാർഖണ്ഡിലാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിറ്റി ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ? അതായത് സുവർണ്ണ ചതുഷ്കോണവുമായി ബന്ധിപ്പിക്കപ്പെടാത്തത് ഏതാണ്? ചെന്നൈ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മുംബൈ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഡൽഹി ഉണ്ട്, പിന്നെ കൂടെ ഉള്ളത് കൊൽക്കത്തയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം കൊച്ചിയാണ്, കൊച്ചി. ഓക്കെ, വിച്ച് ആർ ദ ടു പ്ലേസസ് കണക്റ്റഡ് ബൈ ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? മുംബൈ ടു താനെയാണ് ഉത്തരം, പൂനെയല്ല, ഡൽഹി അല്ല, ചെന്നൈ അല്ല. ഉത്തരം എ ആണ്, മുംബൈ ടു താനെയാണ്. 34 കിലോമീറ്റർ ആണ്. 1853 ഇത് ഉണ്ടായത്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, നാഷണൽ വാട്ടർവേ 2 കണക്റ്റഡ് വിത്ത്? ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ആയിപ്പോയി. ഓക്കെ, എന്താ ചെയ്യാം. ഓക്കെ, 2 കണക്ട് ചെയ്യുന്നത് 3 ആയിപ്പോയി. 2 കണക്ട് ചെയ്യുന്നത് ഏതെല്ലാം സ്ഥലങ്ങളെയാണ്? അഹമ്മദാബാദ് ടു ഹൽദിയ അല്ല, ഇത് അലഹാബാദ് ആണ് കേട്ടോ. അഹമ്മദാബാദ് ടു ഹൽദിയ, ഇത് ഇവിടെ വാട്ടർവേ ഇങ്ങനെ ഇല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വാട്ടർവേ ഇല്ല. അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. അലഹാബാദ് ടു ഹൽദിയ ഇതാണ് NW1 ആണിത്. ഓക്കെ, യെസ്, ഗംഗയിലാണ്. ദിബ്രു ടു സാദിയ, ദിസ് ഇസ് ദ ആൻസർ. ഇത് ബ്രഹ്മപുത്രയിലാണ്. ബ്രഹ്മപുത്രയിലെ ദിബ്രു ടു സാദിയ ആസാമിലാണ് എന്തുള്ളത്? ജലപാത 2 ഉള്ളത്. ഓക്കെ, ജലപാത 3 ഉള്ളത് കേരളത്തിലാണ് കേട്ടോ. ജലപാത 3 കൊല്ലം കോട്ടപ്പുറം ആ ഒരു വെസ്റ്റ് കോസ്റ്റ് കനാലാണ് ജലപാത 3. ഒക്കെ വാട്ടർവേ 3 എന്നുള്ളത്. ഇനി ആരാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്? കന്യാകുമാരി നടത്തുന്നത് ആരാണ്? ഓക്കെ, ലിസൺ, ശ്രദ്ധിക്കണം. ഓഫീസ് ഓഫ് ദ പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഇവരുടെ ഓഫീസാണ്. ഓക്കെ, പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറുടെ കൂടെ ഓഫീസാണ്, കാര്യാലയമാണ് കന്യാകുമാരി ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം. 10 വർഷത്തിൽ ഒരിക്കലാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്? തന്നിരിക്കുന്ന ഗുണപരമായ സവിശേഷത ഏത്? എണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, ക്വാളിറ്റിയാണ് പറഞ്ഞിട്ടുണ്ടാവുക. പോപ്പുലേഷൻ ഡെൻസിറ്റി അത് എണ്ണത്തിലാണ് പറയുന്നത്. ഓക്കെ, അതല്ല. സൈസ് ഓഫ് പോപ്പുലേഷൻ എണ്ണത്തിലാണ് പറയുന്നത്. ഓൾ ഓഫ് ദി അബവ് ഒരിക്കലുമല്ല. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എഡ്യൂക്കേഷനും ഹെൽത്തുമാണ് എന്തെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എന്തുമായി ബന്ധപ്പെട്ടത്? ഗുണപരമായ സവിശേഷതയുമായി ബന്ധപ്പെട്ടത്. ദെൻ ICDSന്റെ ലക്ഷ്യം എന്താണ്? എബോവ് 6 years നോ, സ്റ്റുഡൻസ് അല്ല, സ്കിൽ ഡെവലപ്മെന്റ് അല്ല, ഏജ് അപ് ടു 6 years. ICDS സംയോജിത ശിശു വികസന സേവന പരിപാടി, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പ്രഗ്നൻ്റ് ആയുള്ള ലാക്റ്റിംഗ് വിമൻസിനുമാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ദെൻ നമ്പർ ഓഫ് പീപ്പിൾ പെർ 1 km² ഏരിയ, ഇതാണ് മോഡൽ എക്സാമിൻ്റെ ചോദ്യമായിട്ട് വന്നത്. ഇതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, ജനസാന്ദ്രത. ലിസൺ, ബർത്ത് റേറ്റ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000. എന്താണ് ജനന നിരക്ക് എന്ന് പറഞ്ഞാൽ? 1000 പേരിൽ എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു? ജനിച്ച ഉടനെ മരിക്കാൻ പാടില്ല, ജീവനോടെ ജനിക്കുന്നു. ആ കണക്കിന് നമ്മൾ പറയുന്ന പേരാണ് ബർത്ത് റേറ്റ്.
ജനനനിരക്കിൽ. യെസ്, മരണനിരക്കാകുമ്പം 1000 പേരിൽ എത്ര പേര് മരിക്കുന്നു, അതാണ് ഡെത്ത് റേറ്റ് എന്നുള്ളത്. സൈസ് ഓഫ് പോപ്പുലേഷൻ പറഞ്ഞ കാര്യമാണ്. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ, ഒരു പർട്ടിക്കുലർ ടൈമിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം. സെക്സ് റേഷ്യോ 1000 പുരുഷന്മാർക്ക് എത്ര ഫീമെയിൽ ഉണ്ടെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 വൺ വേർഡുകളാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. SS2-ൽ നിന്ന് 3 വൺ വേർഡ്. അത് ചാപ്റ്റർ 7-ൽ നിന്ന് ഒന്നുണ്ടായിരിക്കും, ചാപ്റ്റർ 7-ൽ നിന്ന് ഒന്നുണ്ടാവും, അതുപോലെ ചാപ്റ്റർ 8-ൽ നിന്ന് ഒന്നുണ്ടായിരിക്കും, അതുപോലെ ചാപ്റ്റർ 3-ൽ നിന്ന് ഒന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഓർഡർ. അപ്പോൾ ഞാൻ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഞാൻ തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, രാത്രി ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വരണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. അതെനിക്ക് പറയാനുള്ളൂ. താങ്ക് യു, ബൈ, സീ യു.